Okay students, +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തു. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, അതിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിലെ കൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടും അതിലെ ഇക്വേഷൻസിനെ ബേസ് ചെയ്തുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒബ്ജക്റ്റീവ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം കൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും മിക്ക നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. ദാറ്റ് മീൻസ് മെഡിക്കൽ എക്സാമുകളാണ് നിങ്ങൾ എഴുതുന്നതിൽ പൊതുവേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിന് നമുക്ക് വേണ്ടത് ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആവുകയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള ഇക്വേഷൻസ് ഓർത്തു വെക്കാനും അത് ഇക്വേഷൻസിൻ്റെ ഇടയിലുള്ള ഷോർട്ട് കട്ടുകൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ചെയ്യാനുണ്ട്. ആപ്ലിക്കേഷൻ ഐഡിയാസും ചെയ്യാനുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളാണ്, ആപ്ലിക്കേഷൻ ഐഡിയാസും കോൺസെപ്റ്റ്സും ആണ് നമുക്ക് ഒബ്ജക്റ്റീവിൽ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കഷനിൽ ഒബ്ജക്റ്റീവിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസും കോൺസെപ്റ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒബ്ജക്റ്റീവ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് നോക്കണം, എന്നിട്ട് വേണം ആൻസർ തീരുമാനിക്കാൻ. അതേസമയം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ കഴിവതും നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഒരു ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ഓപ്ഷൻസ് നോക്കുകയാണ് നല്ലത്. അതേസമയം യൂണിറ്റുകൾ ഏതാണ്, ക്വാണ്ടിറ്റിക്ക് ഓപ്ഷൻസിലുള്ള യൂണിറ്റ് ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഒരേ യൂണിറ്റുകളാണോ കൊടുത്തത്, ഡിഫറെൻറ്റ് യൂണിറ്റുകളാണോ എന്ന് നോക്കണം. കാരണം അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട ആൻസറിന് വ്യത്യാസമുണ്ടോ, പവേഴ്സ് മാറ്റം വരും. ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, റെഡി, കമോൺ. ക്വസ്റ്റ്യൻ നമ്പർ 1. A soap bubble is given a negative charge, then its radius. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സോപ്പ് ബബിളിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജുകൾ തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ലൈക്ക് ചാർജസ് റിപ്പൽ. ഓക്കെ, അപ്പോൾ ആ ചാർജസ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കാനാണ് ശ്രമിക്കുക. സോ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. സോ ദേ വിൽ ട്രൈ ടു ഒക്യുപ്പൈ വിത്ത് മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ അത് ആ റിപ്പൽസീവ് ഫോഴ്സ് ആ ലിക്വിഡ് ബബിളിന്, സോപ്പ് ബബിളിന് ഉണ്ടാവുന്ന സർഫസ് ടെൻഷനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബബിളുടെ റേഡിയസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും എന്നർത്ഥം. സോ എവരി സിസ്റ്റം ടെൻസ് ടു ഡിക്രീസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കൂടെ അടുത്താകുമ്പോഴാണ്, ദൂരമാവുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറയും. ഓക്കെ, ടു അറ്റൈൻ മോർ സ്റ്റെബിലിറ്റി. ഓക്കെ, increase in charge on soap bubble increases its radius so that their potential energy will be minimum. The radius കൂടിയാൽ potential energy കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ബബിളുടെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് the radius of the bubble increases. Option B is correct. Okay, right. We will move to the question number 2. The magnitude of electric force experienced by a charged particle in an electric field depends on. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ചാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയും. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ്. ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ, വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇതിൽ F=QE എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓർക്കുക, ഒന്ന് ചാർജിനെ, ഒന്ന് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ സ്റ്റുഡൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. When 10⁻⁹ electrons are removed from a neutral metal plate through some process. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിന് കുറച്ച് ഇലക്ട്രോൺസിനെ, കുറച്ചല്ല കേട്ടോ, 10⁻⁹ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യും. ദ ചാർജ് ഓൺ ഇറ്റ് ബിക്കംസ്, നമുക്കറിയാം ഒരു ഇക്വേഷൻ, ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് Q=NE. N is the number of electrons removed or added into E, basic value of charge. അല്ലേ? ഇവിടെ 10⁻⁹ ഇലക്ട്രോൺസ് ആണ് റിമൂവ് ചെയ്തത്. അപ്പോൾ Q=10⁻⁹ ഇൻറ്റു E 1.6 ഇൻറ്റു 10⁻⁻⁹. 10⁻⁹ -19 ക്യാൻസൽ ചെയ്യും. പിന്നെ എന്താ ആൻസർ ഉണ്ടാവുക? 1.6 കൂളും. ഇനി അത് മൈനസ് ആണോ പ്ലസ് ആണോ? 10⁻⁹ ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം എ മെറ്റൽ പ്ലേറ്റ് എന്നാണ്. ദ ചാർജ് ഓൺ ഇറ്റ് ബിക്കംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് അല്ലേ ആവുക, ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി അല്ലേ, അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് B +1.6 കൂളും. ക്വസ്റ്റ്യൻ നമ്പർ 4. One of the following is not a property of electric field lines. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു. നോക്കാം. ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് എനി ബ്രേക്സ്. ശരിയല്ലേ? കണ്ടിന്യൂസ് ലൈൻസ് ആണ്, അതിൽ ബ്രേക്ക് ഉണ്ടാവില്ല.
ടു ഫീൽഡ് ലൈൻസ് കനോട്ട് ക്രോസ് ഈച്ച് അതർ. ശരിയാണ്, ലൈൻസ് ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. ഇഫ് ദ ടച്ച് അറ്റ് എനി പോയിന്റ് ദ ഫീൽഡ് വിൽ ഹാവ് ടു ഡയറക്ഷൻ അറ്റ് എ പോയിന്റ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. ശരിയല്ലേ? അതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി, ദേ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഇത് റോങ് ആണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല എന്നാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൺസർവേറ്റീവ് നേച്ചറിനെ അത് ബാധിക്കും. എന്താണ് ഈ കൺസർവേറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് 0 ആണെങ്കിൽ ആ ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് അറിയാം. അതിൻ്റെ ഫീൽഡാണ് കൺസർവേറ്റീവ് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്തിരുന്നെങ്കിൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ ചാർജ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് എന്താവില്ല? 0 ആവില്ല. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് ആവില്ല. പക്ഷേ ഇലക്ട്രിക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡൊക്കെ കൺസർവേറ്റീവ് ആണ്. അങ്ങനെ ആവണമെങ്കിൽ കണ്ടിന്യൂസ് ക്ലോസ്ഡ് പാത്ത് ആവരുത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡും ഉണ്ടായിരിക്കണം. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് കറക്റ്റ് ആൻസർ. അതായത് ഇവിടുത്തെ ഓപ്ഷൻ ദ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. റോങ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഹിയർ ദ റൈറ്റ് ചോയ്സ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, ദ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളംബ് ഓഫ് ചാർജ് വിൽ. 1 കൂളംബിൽ എത്ര ചാർജ് ഉണ്ടാവും? അപ്പോൾ നമ്മൾ വീണ്ടും ക്വാണ്ടിസേഷൻ്റെ ഇക്വേഷൻ Q is equal to NE അല്ലേ? therefore N is equal to Q by E. So 1 coulomb by 1.6 into 10 raised to minus 19. That means 6.25 into 10 raised to 18. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യണം? 6.25 into 10 raised to 18 ഇലക്ട്രോൺസിന്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബി, 6.25 into 10 raised to 18. Okay, we'll move to question number 6. The electric field inside a spherical shell of uniform surface charge densities. Electric field inside a uniformly charged spherical shell is 0 എന്ന് നമ്മൾ ഗോസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസിലെ ഏറ്റവും അവസാനത്തെ ഐഡിയ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇറ്റ് ഇസ് 0. ഓൾ ചാർജസ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഷെൽ ഈസ് ആൾവേസ് 0 എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. Okay students, we'll move to question number 7. A proton and an electron are placed in a uniform electric field. Proton എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്. ഇനി ഓപ്ഷൻസ് നോക്കൂ. ദ ഇലക്ട്രിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദം വിൽ ബി ഈക്വൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിൽ ബി ഈക്വൽ, ദർ ആക്സലേഷൻ വിൽ ബി ഈക്വൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദർ ആക്സലേഷൻ വിൽ ബി ഈക്വൽ. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദം വിൽ ബി ഈക്വൽ എന്നുള്ളത് ശരിയല്ല. എഫ് ഫിസിക്കൽ ക്യൂ എന്നാണ്. പക്ഷേ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും പറയണം, ഡയറക്ഷനും പറയണം. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോണിന് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാവുക. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിന് ഫോഴ്സ് ഉണ്ടാവുക ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിൽ ബി ഈക്വൽ എന്നുള്ളത് ശരിയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിൽ ബി ഈക്വൽ എന്നുള്ളത് ശരിയാണ്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്. ഇനി സി നോക്കൂ. ദർ ആക്സലേഷൻ വിൽ ബി ഈക്വൽ. ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദർ ആക്സലേഷൻ വിൽ ബി ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലേഷൻ വിൽ ബി ഈക്വൽ എന്നുള്ളതും ശരിയല്ല. കാരണം ദർ ആക്സലേഷൻ ഈക്വൽ അല്ല. എന്താ അർത്ഥം? ഈ വാല്യൂ ഈക്വൽ ആയാൽ പോലും ആക്സലേഷൻ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡയറക്ഷനോട് നോക്കണം. ഇവിടെ ആക്സലേഷൻ എന്തുകൊണ്ട് ഈക്വൽ ആയില്ല എന്ന് ഓർക്കുക. ഇലക്ട്രോൺ പ്രോട്ടോൺ എടുത്താൽ ആക്സലേഷൻ ഈക്വൽ അല്ലാത്തതിന് കാരണം ആക്സലേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് ആണ്. എഫ് ഇസിക്കൽ എം എ, ദർഫോർ എ ഇസിക്കൽ എഫ് ബൈ എം. മാസ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് സെയിം ആണോ? അല്ല. പ്രോട്ടോണിൻ്റെ മാസ് 1.6 into 10 raised to minus 27 ഉണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് 9.1 into 10 raised to minus 31 കിലോഗ്രാമേ ഉള്ളൂ. ദാറ്റ് മീൻസ് രണ്ടാളുടെ മാസ് സെയിം അല്ലാത്തതുകൊണ്ട് രണ്ടാളുടെയും ആക്സലേഷൻ സെയിം അല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിൻ്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഈസ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ പ്ലെയിനിലെ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നമ്മൾ ഡെറിവേഷൻ ചെയ്തപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഇക്വിറ്റോറിയൽ ഇസിക്കൽ -1/4πε0 p/r³. ഈ മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനാണ്. ദാറ്റ് മീൻസ് ദേ മേക്സ് ആൻ ആംഗിൾ 180 degree. സോ ദ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്, 180 degree. Question number 9. An electric dipole is kept in non-uniform electric field it experiences. നമ്മൾ യൂണിഫോം ഫീൽഡിൽ എന്താ നോൺ യൂണിഫോം ഫീൽഡിൽ എന്താ എന്നുള്ളത് മനസ്സിലാക്കിയാണ്. When a dipole is placed in a uniform electric field it experiences a torque but net force is 0. When a dipole is placed in a non-uniform electric field it will experience a net force and a net torque. Okay,
ഇതാണ് കേസ്. നോക്കൂ, ഇനി ഓപ്ഷൻ നോക്കാം. എ ഫോഴ്സ് ആൻഡ് എ ടോർക്ക് എന്നാണ് കറക്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ്. നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. നെറ്റ് ഫോഴ്സ് 0 ആവില്ല, കാരണം രണ്ട് എൻഡിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് 0 ആവില്ല. ഓൾറെഡി അതിൽ രണ്ട് എൻഡിൽ ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ടോർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാവും, റൊട്ടേഷണൽ മോഷനും ഉണ്ടാവും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ. Okay, so we'll move to the 10th question. An electric dipole consisting of two opposite charges of 2 × 10⁻⁶ coulomb each separated by distance of 3 cm is placed in an electric field of 2 × 10⁵ Newton per coulomb. The maximum torque on the dipole will be maximum torque. Torque is equal to P sin theta. Maximum torque is when theta is equal to 90. So sin 90 is 1. So torque is equal to PE. So P is 2 × 10⁻⁶ into 10⁻². കാരണം dipole moment is Q into 2A എന്നാണ്. Q is 2 × 10⁻⁶ into അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദർ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഈസ് അല്ലേ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 2 opposite charges each are separated by distance of 3 cm placed in electric field. Okay, so 3 × 10⁻² into electric field is 2 × 10⁵. So the right answer is 12 × 10⁻³ Newton meter. Okay, so the right answer is option B. Question number 11. Choose the correct statement. Polar molecules have permanent electric dipole moment. Carbon dioxide molecule is a polar molecule. H2O is a non-polar molecule. The dipole field at large distance falls as 1/r². കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോളാർ മോളിക്യൂൾസ് ഹാവ് എ പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ. ശരിയല്ലേ? ഓരോ മോളിക്യൂളിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. അങ്ങനെ മോളിക്യൂൾസിനാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ്, ബാക്കിയെല്ലാം റോങ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. The direction of electric field intensity at a point along the equatorial line of an electric dipole of dipole moment is. Equatorial ലൈനിലെ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദിച്ചത്. Along the equatorial line towards the dipole, along the equatorial line away from the dipole, perpendicular to the equatorial line, opposite to P, perpendicular to the equatorial line and parallel to P. Option C is correct. Perpendicular to the equatorial line and opposite to the dipole moment. Equatorial line എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ലൈനാണ്. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. പക്ഷേ ഡൈപോൾ മൊമെൻറ്റിന് എന്തായിരിക്കും ചെയ്യും? ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഡെറിവേഷൻ്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ദെൻ വിൽ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. An electric charge Q is placed at the center of a cube of side A. The electric flux on one of its face will be. ഇത് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഒരു ചാർജ് ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ വെച്ചു. സോ നൗ ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് സർഫസ്. സോ വി ക്യാൻ അപ്ലൈ ഗോസ് തിയറം. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഇക്വൽ ടു Q/ε0. പക്ഷേ ഒരു ഫേസിലൂടെ എത്രയാണെന്ന് വെച്ചാൽ 6 ഫേസിലൂടെയും കൂടി ടോട്ടൽ Q/ε0. അപ്പോൾ ഒരു ഫേസിലൂടെ എത്രയാണ്? 1/6 of Q/ε0. സിമെട്രി ഉപയോഗിച്ചാൽ മതി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബൈ ഗോസ് തിയറം ദ ആൻസർ ഈസ് Q/6 of ε0. So option A is the right answer. Question number 14. The total electric flux coming out of a unit positive charge put in air is ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതിൽ നിന്നുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? ഓർ നമ്പർ ഓഫ് ഫീ ലൈൻസ് ത്രൂ എ പെർട്ടിക്കുലർ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോസ് തിയറം. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഇക്വൽ ടു Q/ε0. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മീൻസ് 1 coulomb. So flux is equal to 1 coulomb/ε0. So 1/ε0. So ε0 raised to -1. So the right answer is option B. Okay, we'll move to next question. Question number 15. In a region, the electric field intensity is given by E is equal to 2I cap plus 3J cap plus K cap in Newton per coulomb. So that is electric field in 3D. Electric flux through a surface 10I cap meter square in a region is. So electric flux through an area which is in a plane of x-axis, x-ലാണുള്ളൂ. In x-axis ഏരിയ നിൽക്കുന്നത് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ, ഏരിയ നിൽക്കുന്നതല്ല, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏതാണ്? x-ആക്സിസിലാണ്. ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഏരിയക്ക് വരക്കുന്ന പെർപെൻഡിക്കുലറാണ്. ഏരിയ അപ്പോൾ ഏതിലായിരിക്കും? 10I cap എന്ന് കൊടുത്ത് എക്സിലാണ് ഏരിയ വെക്ടർ ഉള്ളത്. അപ്പോൾ ആ ഏരിയ നിൽക്കുന്നത്
വൈ സെഡ് പ്ലെയിൻ വരും. വൈ സെഡിന് പെർപെൻഡിക്കുലർ ആണല്ലോ എക്സ്. അപ്പോൾ വൈ സെഡ് പ്ലെയിനിലേക്ക് നേരേക്ക് വരക്കുന്ന നോർമലാണ് ഐ ക്യാപ് ഇവിടെ. ഓക്കെ, എനിവേ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി അല്ലേ ഫ്ലക്സ് കാണാൻ. ദ റീജൻ ഫ്ലക്സ് ഈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇക്വൽ ടു 2i + 3j + k ആൻഡ് ഏരിയ ഇസ് ഇക്വൽ ടു 10i cap. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഇക്വൽ E dot S is equal to 2i cap + 3j cap + k cap dot 10i cap. അപ്പോൾ ഐ ഡോട്ട് ഐ 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. ജെ ഡോട്ട് ഐ 0 ആണ്, കെ ഡോട്ട് ഐ 0 ആണ്. സോ 2 × 10 that is 20. ഐ ഡോട്ട് ഐ is 1, so 20 Nm² Coulomb inverse. Question number 16. 8 dipoles of charges of magnitude E are placed inside a cube. The total electric flux coming out of this cube will be 8 dipoles. What is the total charge of a single dipole? 0. 8 dipoles total charge 0 ആയിരിക്കും കേട്ടോ, ഓർക്കണേ. ദെൻ ഒരു ക്യൂബിനുള്ളിൽ വെച്ചിരിക്കുന്ന 8 dipoles. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 8 dipoles വെച്ചാലും സിംഗിൾ ഡൈപോൾ വെച്ച് കഴിഞ്ഞാലും ടോട്ടൽ ഫ്ലക്സ് ഇസ് ഇക്വൽ ടു അക്കോർഡിംഗ് ടു ഗോസ് തിയറം ദാറ്റ് ഈസ് phi is equal to total charge by epsilon 0, sigma q by epsilon 0. Now the total charge is 0. So 0 by epsilon 0 is 0. So net charge of the dipole is 0. Therefore total flux will be 0. Okay, so the right answer is option D. Then question number 17. If the electric flux entering and leaving a closed surface respectively is phi1 and phi2, ഒരു സൈഡിലൂടെ വരുന്നു മറ്റേ സൈഡിലൂടെ പോകുന്നു, and the electric charge inside the surface will be, flux എന്നുണ്ട്, ചാർജ് അറിയില്ല, ചാർജാണ് ചോദിച്ചിരിക്കും. ഗോസ് തിയറം അപ്ലൈ ചെയ്യുക. phi total flux is equal to 1 by epsilon 0 into q enclosed. Therefore q enclosed is equal to epsilon 0 into phi, that is epsilon 0 into ഇവിടെ ടോട്ടൽ ഫ്ലക്സ് പറഞ്ഞാൽ phi1 ഉണ്ട് phi2 ഉണ്ട് അല്ലേ. phi2 എന്ന് അറിയുന്നത് ഏതാണ്, ലീവ് ചെയ്യുന്നതാണ് അല്ലേ. ഒന്ന് എൻ്റർ ചെയ്യുന്നതാണ്, ഒന്ന് ലീവ് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുന്നത് phi1, ലീവ് ചെയ്യുന്നത് phi2. ലീവ് ചെയ്യുന്ന phi2 പ്ലസ് എടുക്കാം, എൻ്റർ ചെയ്യുന്ന phi1 മൈനസ് കൊടുക്കാം. അപ്പോൾ phi2 മൈനസ് phi1 എന്ന് പറഞ്ഞാൽ നെറ്റ് ഫ്ലക്സ് കിട്ടും. സോ q enclosed is equal to phi2 minus phi1 into epsilon 0. So option B is the right answer. Next we will move to question number 18. Shown below is a ഒരു ഫിഗർ തന്നിരിക്കുന്നു അല്ലേ, is a distribution of charges. The total electric flux due to these charges through a closed surface S is, ഒരു സർഫസിന് എസ് എന്ന് പേര് കൊടുത്തു അല്ല ഫ്ലക്സ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ ഫ്ലക്സിൽ ഏത് മാത്രം എടുത്താൽ മതി, ഏത് സർഫസ് ക്ലോസ്ഡ് സർഫസ് എടുത്തിരിക്കുന്ന അതിനുള്ളിലുള്ള ചാർജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഏത് ചാർജുകൾ കൺസിഡർ ചെയ്താൽ മതി, 2 + q കൺസിഡർ ചെയ്താൽ മതി, പുറത്തുള്ള + q കൺസിഡർ ചെയ്യേണ്ട. സോ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു q enclosed by epsilon 0. So 1 by epsilon 0 into q plus q, that is 2q. So the right choice is, right option is B. Okay, 2q by epsilon 0. Okay, next question number 19. Gauss' law is true only if force due to charge is S. Force, Coulomb's law ile force vary ചെയ്യുന്നത് 1/r² ആയിട്ടാണ്. ആ Coulomb's lawയിൽ നിന്നാണ് Gauss theorem derived. So basic law for Gauss theorem is Coulomb's law. So any violation for Coulomb's law will violate Gauss theorem also. Gauss theoretiലും തെറ്റ് വരും, Coulomb's law തെറ്റാണെന്ന് തെളിയിച്ചാൽ. That means 1/r² വേരിയേഷൻ ഉള്ളത് മാത്രമേ ശരിയാവുള്ളൂ. ഓക്കെ, ഫോഴ്സിൻ്റെ വേരിയേഷൻ 1/r² ആയാൽ. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്, r⁻². ഓക്കെ, then we'll move to question number 20. Last and final question from this chapter. Question number 20. A hollow cylinder has a charge q coulomb within it. If phi is the electric flux in units of voltmeter associated with the curved surface B, cylinder curved surface B, and the flux linked with the plane surface A, അല്ലേ, ഒരു സൈഡിലെ പ്ലെയിൻ സർഫസ് സർക്കുലാർ സർഫസ് ആണ്, അതിലൂടെയുള്ള ഫ്ലക്സ് എന്താണ്, എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്ലെയിൻ സർഫസ് എ ഇൻ യൂണിറ്റ് ഓഫ് വോൾട്ട് മീറ്റർ വിൽ ബി, ചാർജ് അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ടോട്ടൽ ഫ്ലക്സ് ഇസ് ഇക്വൽ ടു ഫ്ലക്സ് ത്രൂ എ, ഫ്ലക്സ് ത്രൂ ബി പ്ലസ് ഫ്ലക്സ് ത്രൂ സി ആണ് അല്ലേ. ആൻഡ് ദ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഇക്വൽ ടു q by epsilon 0. So phi a plus phi b plus phi c is equal to q by epsilon 0. Phi b is equal to phi തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ബിയിലൂടെയുള്ള എത്രയാണ്, phi ആണ്. phi എയിലൂടെയുള്ള phi സിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരേപോലെ കർവ്ഡ് സർഫസ് ആണ്, ഒരേപോലെ സർഫസ് ആണ് സിയും എയും. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, phi dash എന്ന് കൊടുക്കാം, അസ്യൂം ചെയ്യാം.
Okay, therefore 2 phi dash plus phi is equal to q by epsilon 0 അല്ലേ. ദെൻ അപ്പോൾ നമുക്ക് എയിലൂടെ മാത്രം ഉള്ളത് ചോദിച്ചാൽ എത്ര വരും? ക്യൂ ബൈ എപ്സിലോൺ 0 മൈനസ് 5 അതിനെ 1/2 എടുക്കണം. ദാറ്റ് മീൻസ് 1/2 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0 മൈനസ് 5. സോ ഓപ്ഷൻ എ is correct. So that's all about the objective discussion of 20 questions from the first chapter electric charges and fields. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.